നമസ്കാരം. ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിൽ FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ഫൈനലിലേക്ക് കടന്നല്ലോ. ഈ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളിയല്ല, കഴിഞ്ഞ കളി 3-0 ബാഴ്സ ജയിച്ചതാണ്. പക്ഷേ അഗ്രിഗേറ്റ് 4-3 ബാഴ്സയെ പരാജയപ്പെടുത്തിയിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നോട്ടേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ കളിക്ക് ശേഷം വളരെ നല്ല രൂപത്തിൽ ഡിയേഗോ സിമിയോണി റാഫീഞ്ഞയുടെ അടുത്ത് ചെന്നിരിക്കുന്നു, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. ആ രംഗങ്ങൾ നമ്മൾ കണ്ടു. ഹൻസി ഫ്ലിക്കിനോട് ചില കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഫ്ലിക്കിനോട് എന്താണ് പറഞ്ഞത്? ആ കാര്യം ഡിയേഗോ സിമിയോണി ഇപ്പോൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലിക്കിനോട് പറഞ്ഞത് ബാഴ്സലോണ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചത് എന്നാണ്. അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹോപ്പ്ഫുള്ളി നമ്മൾ ഒരിക്കൽ കൂടി ഏറ്റുമുട്ടും ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ. യെസ്, UCLൻ്റെ ഫൈനലിൽ ഒന്നുകൂടി മുട്ടണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡിയേഗോ സിമിയോണി ഹൻസി ഫ്ലിക്കിനോട്. അതിനുള്ള സാധ്യതയുണ്ട് രണ്ട് ടീമും മുന്നോട്ട് പോവുകയാണെങ്കിൽ. ഇപ്പോൾ FC ബാഴ്സലോണക്ക് UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിലെ എതിരാളികൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബാണ്. അതുപോലെ തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനും. ബാഴ്സയുടെ എതിരാളികൾ ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. മത്സരം മാർച്ച് 11 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആദ്യപാദ മത്സരം. അതേപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ എതിരാളികളും ഇംഗ്ലീഷ് ടീമാണ്. അത് ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ്. അതേ സമയത്ത് തന്നെ മാർച്ച് 11 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 അത്ലറ്റിക്കോ മാഡ്രിഡും ടോട്ടൻഹാം ഹോട്ട്സ്പറും തമ്മിൽ ഏറ്റുമുട്ടും. ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ലെഗ് ബാഴ്സക്ക് അവരുടെ മൈതാനത്താണ്, അത്ലറ്റിക്കോ മാഡ്രിഡിന് എവേ ഗ്രൗണ്ടിലാണ് റിട്ടേൺ ലെഗ് ഉണ്ടാവുക എന്നുള്ള വ്യത്യാസമാണ്. രണ്ടാം പാദ മത്സരം വരുന്നത് മാർച്ച് 18 രാത്രി ഇന്ത്യൻ സമയം 11:15 ബാഴ്സ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് മത്സരമെങ്കിൽ അന്ന് രാത്രി 1:30 ടോട്ടൻഹാം വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് പോരാട്ടം. സോ ഇതിൽ ബാഴ്സയും അത്ലറ്റിക്കോ മാഡ്രിഡും റെസ്പെക്റ്റീവ്ലി വിജയിച്ച് കയറുകയാണെങ്കിൽ അവർ പരസ്പരം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ എതിരാളികളായിരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി വി മീറ്റ് ഇൻ ദി ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽസ്. അത് സംഭവിക്കുകയാണെങ്കിൽ ബാഴ്സ ഒരു പക വീട്ടുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.